ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് അമേരിക്കയിൽ ഉണ്ടായ ഒരു മിനറൽ വാട്ടർ കമ്പനി. അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇയാൾ ആഡ് ഏജൻസിയിൽ വർക്ക് ചെയ്യും. ആളുടെ അടുത്തേക്ക് ഒരു വെള്ളവുമായി ബന്ധപ്പെട്ട വെള്ളം സേവ് ചെയ്യുന്ന അങ്ങനെ എന്തോ ഒരു ആവശ്യമുള്ള ഒരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. അപ്പൊ ഇയാൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു ബോറിംഗ് സാധനമാണ്, പച്ചവെള്ളം എന്ന് പറയും. പക്ഷെ നമ്മൾ കാർബണേറ്റഡ് എനർജി ഡ്രിങ്ക്, ഇപ്പൊ റെഡ് ബുൾ എന്തോ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇയാൾ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു, കൂടുതൽ ആളുകൾ വെള്ളം കുടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പക്ഷെ ക്ലൈന്റ് ഔട്ട്റൈറ്റ് ഈ ഐഡിയ റിജക്ട് ചെയ്തു. ഈ ഡിസൈനർക്ക് ഇത് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഇപ്പൊ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാക്കേജിങ് ചെയ്തത് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ചെന്നു. ഇതാണ് എന്റെ വാട്ടർ ലിക്വിഡ് ഡെത്ത് എന്നാണ് ഞാൻ ഇതിനെ വിളിക്കാൻ പോകുന്നത്. കാരണം നമുക്കിപ്പോൾ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ക്ലൈന്റിനോട് പറഞ്ഞാൽ ക്ലൈന്റ് എഴുന്നേറ്റ് നിന്ന് കർണക്കുട്ടി അടിക്കും. അതാ അവസ്ഥ. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും സംഭവം നടക്കുന്നില്ല. പുള്ളി ഒരു കാര്യം ചെയ്തു, പുള്ളി ഒരു പരസ്യം ഉണ്ടാക്കി. ഒരു ത്രില്ലർ മൂവിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു. ലാസ്റ്റ് കാണുമ്പോൾ ഈ ഒരാളുടെ വായി ഇങ്ങനെ കൂട്ടിക്കിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എന്റെ സ്റ്റോറി ലൈൻ. ഇതാണ്. ഈ പരസ്യമായിട്ട് കയറിയിട്ട് വൈറലായി. ലിക്വിഡ് ഡെത്ത് ബാമ്പ ഹിറ്റായി. അതിന്റെ ടാഗ് ലൈൻ ഭയങ്കര രസമാണ്. മേർഡർ തേഴ്സ്റ്റ് എന്നാണ് എന്റെ ടാഗ് ലൈൻ. ഇന്ന് അതായത് ഒരു തരത്തിലും ഒരാളും അക്സെപ്റ്റ് ചെയ്യാതിരുന്ന സാധാരണ വെള്ളം കുറഞ്ഞ മാസം കൊണ്ട് 1.4 ബില്യൺ ബിസിനസ് ചെയ്യുന്ന അവസ്ഥ.